കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്ന് സോയ ബീൻസ് ഫ്രൈ എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. നമ്മുടെ സോയ ബീൻസ് ഇത് പാക്കറ്റിലുള്ളത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് സോയ ബീൻസ് അരമണിക്കൂറൊന്ന് കോരാനായിട്ട് ഇട്ട് വയ്ക്കാം. നമുക്കിത് പാക്കറ്റ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഒരു അരമണിക്കൂർ നന്നായിട്ടൊന്ന് കോരാനായിട്ട് ഇട്ട് വയ്ക്കാം. ഞങ്ങളുടെ പച്ചവെള്ളത്തിൽ തന്നെയാണ് കോരാനായിട്ട് വയ്ക്കുന്നത് കേട്ടോ. ചൂടുവെള്ളത്തിൽ കോരുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് ഒന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും കേട്ടോ. അത് നമുക്ക് അതിലേക്കുള്ള വെള്ളം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ ഈർപ്പമില്ലാത്ത വെള്ളം ഇല്ലാത്ത രീതിക്കാണ് ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇത് ഉള്ളും പുറമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇല്ലെങ്കിൽ വെള്ളത്തിന് ഇതിരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ പെട്ടെന്ന് വേഗത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടിയോടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് എണ്ണ ചേർത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഈർപ്പം അതിൽ പിടിച്ച് നിൽക്കും. നമുക്ക് അതുകൊണ്ട് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അതിലേക്ക് കുറച്ച് ചിക്കൻ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ പൊടിയോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാണിക്കാനായിട്ട് മറന്നു കേട്ടോ. വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. നമുക്ക് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വെച്ചിരിക്കുന്ന സോയാബീൻസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തേയില വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതേ മോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോയാബീൻസ് റെഡിയായി നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കൊണ്ട് കിടക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താലോ. ഇതേ ഇങ്ങനെ ഓരോന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. സോയാബീൻസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം തന്നെ ഒരാൾ വന്ന് കട്ടുകൊണ്ട് പോയി കേട്ടോ. ഇതേ കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ടല്ലേ. ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്ക് ഇത് കഴിക്കാനായിട്ട്. വെറുതെ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിച്ചിട്ടേ ഇരിക്കും രണ്ടുപേരും കൂടെ. കൊച്ചുമക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ സോയാബീൻസ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളി പച്ചമുളകൊക്കെ ഇട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കാണാനായിട്ട് കരിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ആ സോയാബീൻസ് ഉള്ളിയൊക്കെ ഇട്ട് ചേർത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് കൊടുത്തപ്പോഴത്തേക്കും മോൻ്റെ അടുത്ത് കഴിക്കാൻ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വായിൽ കൊണ്ടുവച്ചത് കേട്ടോ. അമ്മ കഴിക്കുന്നു. അപ്പോൾ പിന്നെ മോളും കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കുട്ടി വീഡിയോ. ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യ്, ലൈക്ക് ചെയ്യ്.